ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അച്ഛൻ ഓണത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് ഇവിടെ ആത്മീയ ഭോജ്യത്തിൽ ഒന്ന് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന്. ഞാനതിന് മറുപടിയായിട്ട് വിട്ടത്, ഓണാഘോഷത്തിന് അനുകൂലമായിട്ടും എതിരായിട്ടും പറഞ്ഞിരിക്കുന്ന ഇഷ്ടം പോലെ എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഒരെണ്ണം കൂടി വിട്ടതുകൊണ്ട് ആരും അതിൻ്റെ പേരിൽ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനൊന്നും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചില ബോധ്യങ്ങൾ അതാണ് പ്രധാനപ്പെട്ടത്. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമുണ്ട്. 1 കൊറിന്തോസ് 8:8. 1 കൊറിന്തോസ് 8:8 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഭക്ഷിക്കുന്നത് കൊണ്ട് ആരും അയോഗ്യരാകുന്നില്ല, ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് ആരും കൂടുതൽ യോഗ്യരാകുന്നുമില്ല. ഭക്ഷിക്കുന്നതിലോ ഭക്ഷിക്കാതിരിക്കുന്നതിലോ അല്ല കാര്യം. അതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഓണം ആഘോഷിക്കുകയോ ഓണം ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതിലല്ല പ്രാധാന്യം. ക്രൈസ്റ്റ് കൾച്ചർ, നമ്മൾ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ച് അത് ജീവിക്കുന്നവരായിട്ട് മാറണം. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഓണം ആഘോഷിക്കാത്തതുകൊണ്ട് ആരും ശരിക്കുള്ള ക്രിസ്ത്യാനിയാകാൻ പോകുന്നില്ല. ഓണം ആഘോഷിച്ചത് കൊണ്ട് ആരുടെയും ക്രിസ്തീയത നഷ്ടപ്പെടാനും പോകുന്നില്ല എന്നുള്ളത് ഈ വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച എന്താണ് അത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? അലസത ഒരു മഹാഭാവമാണ്. നിങ്ങൾ ഓണം ആഘോഷിക്കാതിരുന്നിട്ട് അലസരായിട്ട് കഴിയുന്നെങ്കിൽ നിങ്ങളെങ്ങനെ ക്രിസ്ത്യാനിയാകും എന്നുള്ളത് കർത്താവ് വചനത്തിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും തൂമ്പായെടുത്ത് പറമ്പിലിറങ്ങി കളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അധ്വാനശീലരാകാൻ പറ്റും. അത് നമ്മൾ ചെയ്യാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നിട്ട് ഏതാനും ചില കാര്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളാകത്തില്ല, ക്രൈസ്റ്റ് കൾച്ചർ ഉള്ളവരായിട്ട് നമ്മൾ മാറില്ല എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കാം. മറ്റൊരു കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? കാപഠ്യം നിൻ്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നീ എന്തൊക്കെ ഭക്താഭ്യാസങ്ങൾ നടത്തിയാലും നീ ക്രിസ്ത്യാനിയാകത്തില്ല. കപടനാട്യക്കാരായ ഫരിസേരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് നമ്മൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആഘോഷങ്ങൾ നടത്തുന്നതോ നടത്താതിരിക്കുന്നതോ അല്ല പ്രധാനപ്പെട്ടത്. നമ്മൾ കർത്താവിൻ്റെ കണ്ണുകളിൽ ക്ലിയറായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ കാപഠ്യം അതിന് എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ പുറമേ ഭക്തരാകാൻ പറ്റും, പക്ഷെ ഉള്ളിൽ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന, കാപഠ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വേണമെങ്കിൽ നമുക്കുണ്ടാകാം. അതല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഓണത്തിൻ്റെതായ ഡ്രസ്സും ധരിച്ച് എല്ലാവിധ ആഘോഷങ്ങൾ നടത്താൻ തയ്യാറാകുന്നെങ്കിലും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ഓണാഘോഷം കൊണ്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ എന്ത് മൂല്യമാണ് അവിടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണേലും സാഹോദര്യം, സഹോദര സ്നേഹം, പങ്കുവയ്ക്കുന്ന മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 9:38 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ യോഹന്നാൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അതേ ഞങ്ങളൊരാളെ വിലക്കി. എൻ്റെ കാരണം നമ്മുടെ കൂടെയുള്ളവനല്ല, അവൻ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കണ്ടു, ഞങ്ങളവനെ വിലക്കി. അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, നീ ഒരു കൃത്യം ചെയ്തു എന്നുള്ളതല്ല, എൻ്റെ ആവശ്യമില്ലായിരുന്നെന്നാണ് പറഞ്ഞു. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. നല്ലത് എവിടെ കണ്ടാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. സഹോദര സ്നേഹം അത്
ക്രിസ്ത്യാനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എവിടെ കണ്ടാലും അത് നമുക്ക് ഏറ്റെടുക്കാം, അപ്രീഷിയേറ്റ് ചെയ്യാം, പ്രശംസിക്കാം, അനുകരിക്കാം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 10:25 മുതലൊന്ന് വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്നത് ഒരു വിജാതീയൻ ഒരു യഹൂദനെ സഹായിക്കുന്ന ഒരു രംഗം. കർത്താവ് പറഞ്ഞത് അവൻ മഹനീയമായ ഒരു കാര്യം ചെയ്തു. ഒരു വിജാതീയൻ അല്ലെങ്കിൽ യഹൂദനെ വിജാതീയൻ സഹായിക്കുന്ന ഒരു രംഗം. ഏത് രീതി വേണേലും നമുക്കതിനെ കാണാൻ പറ്റും. ഇനി അതിലെ പോയ മറ്റ് ചില പ്രീശന്മാർ, അതുപോലെ തന്നെ നിയമജ്ഞന്മാർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിവേറ്റവനെ തിരിഞ്ഞു നോക്കാതെ അവർ കടന്നുപോയി. കാരണം അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്, അവർ ബലിയർപ്പിക്കാൻ പോകുന്നവരാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് പോയവൻ ഒരു വിജാതീയൻ അവനെ കണ്ടപ്പോൾ സത്രത്തിൽ കൊണ്ടുപോയി അവനെ ശുശ്രൂഷിക്കുകയും അവന് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, അവനാണ് ശരിക്കും ക്രിസ്ത്യാനി, അവനാണ് ശരിക്കും ദൈവത്തെ അറിഞ്ഞവൻ, ദൈവസ്നേഹമുള്ളവൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതെ ഏതാനും ചില നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നത് കൊണ്ട്, നിയമപാലകരാകുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. സത്യം അറിഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. അത് നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറണം. അതാണ് മർക്കോസ് 12-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. ദൈവരാജ്യത്തിലാണ് എന്ന് പറഞ്ഞില്ല, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ ആ ഒരു കൾച്ചർ, ക്രിസ്തു പഠിപ്പിച്ച ആ ഒരു കൾച്ചർ, അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ശ്ലീഹ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, വിജാതിയർക്ക് അർപ്പിച്ച ഭക്ഷണം നീ അത് നിനക്ക് മനഃചാഞ്ചല്യം കൂടാതെ ഭക്ഷിക്കാൻ പറ്റുമോ? ഭക്ഷിച്ചോ, അതിനകത്ത് തെറ്റൊന്നുമില്ല. അതിനകത്ത് നീ പാപം ചെയ്യുന്നില്ല എന്നുള്ളത് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതെങ്ങാനും നിന്റെ സഹോദരന് ഉതപ്പേകുന്ന ഒരു കാര്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ടെന്നാണ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രധാനപ്പെട്ടത്? നമ്മുടെ സഹോദരങ്ങളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് വേണേ ഞാൻ ഒരു തുള്ളി വീഞ്ഞു പോലും കുടിക്കത്തില്ല, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കത്തില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് വീമ്പടിക്കുന്നതുകൊണ്ട് ക്രൈസ്റ്റ് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 9:13 വചനം വായിച്ചാൽ, ചിലർ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് മുമ്പോട്ട് വന്നവരുണ്ട്. അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പോയിട്ട് ഒരു കാര്യം പഠിച്ചിട്ട് വാ. കരുണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നത് നീ പോയി പഠിച്ചിട്ട് വാ. സഹോദര സ്നേഹമാണ് നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത് എന്ന കാര്യം നീ പോയി പഠിച്ചിട്ട് വാ എന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പഠനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പ്രത്യേകം പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഒരാൾ മദ്യപിക്കുന്നത് കണ്ടാൽ പോലും അവനെ മദ്യപാനി എന്ന് വിളിച്ചാൽ നീയാണ് ആ മദ്യപിച്ചതിനേക്കാൾ വലിയ പാപം ചെയ്ത വ്യക്തി, ഇങ്ങനെ വിളിച്ചത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും ഒരുപാട് കരുണയുള്ളവരാകാൻ, സ്നേഹമുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും നമ്മൾ വളരണം. അതിന് നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, അനുകൂലിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷിക്കാതിരിക്കുന്നവൻ ഭക്ഷിക്കുന്നവനെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. ഭക്ഷിക്കാതിരിക്കുന്നവനെ ഈ താഴ്ത്തിക്കെട്ടി സംസാരിക്കാതിരിക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യത ലഭിക്കും. കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മൾ വിലയുള്ളവരായി മാറും. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.